ശബരിമലയിൽ 1998 UB ഗ്രൂപ്പ് ചെയർമാനായിരുന്ന വിജയ് മല്യ നൽകിയ 30 കിലോ സ്വർണം അതിപ്പോ എത്ര ബാക്കിയുണ്ട് എന്ന് ദേവസ്വം ബോർഡും സർക്കാരും വ്യക്തമാക്കണം. ശബരിമലയിൽ കാരണം 40 വർഷം വാറണ്ടി ഉള്ളതാണ് 2019 കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയ ഈ പാളികൾ അവിടെ ദ്വാരപാലക ശില്പവും കവാടവുമെല്ലാം 39-40 ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലെത്തിയത്. അത് ഹൈക്കോടതി വിധിയിൽ തന്നെയുണ്ട്. 40ഓളം ദിവസം ഇവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ഈ സാധനങ്ങൾ എവിടെയായിരുന്നു? അത് അതിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ്ങിലായിരുന്നു, അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ കൊണ്ടുപോയി പല സ്ഥലത്തും കൊണ്ടുപോയി പൂജ നടത്തി പണം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു? ശബരിമലയിലെ ഏറ്റവും പവിത്രമായ വസ്തുക്കൾ ശബരിമലയിൽ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ചെന്നൈയിലെത്താൻ 40 ദിവസം എടുത്തു എന്നുള്ള ഹൈക്കോടതി വിധിയിലെ കാര്യങ്ങൾ തന്നെ വളരെ ദുരൂഹത നിറഞ്ഞതാണ്. ആ സമയത്ത് ഇവര് പാരലായിട്ടുള്ള മോൾഡ് ഉണ്ടാക്കിയായിരുന്നു. മദ്രാസിലെ ഏജൻസി പറഞ്ഞിരിക്കുന്നത് അവിടെ സ്വർണം ഉണ്ടായിരുന്നില്ല, ചെമ്പുപാളി മാത്രമേ എത്തിയിട്ടുള്ളതാണ്. അപ്പൊ സ്വർണം ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റി ചെമ്പുപാളി മാത്രമാണ് ചെന്നൈയിൽ എത്തിച്ചത് എന്ന് വ്യക്തമാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്ന് ഞങ്ങൾ നിരന്തരമായി ചോദിച്ചിട്ടും ഒരു മറുപടിയില്ല. സ്പോൺസറാണെന്ന് പറയാം. 2019 കൊണ്ടുപോയ കാര്യത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്, സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഫൈൻഡിംഗ് ഉണ്ട്. ദേവസ്വത്തിന്റെ തന്നെ കയ്യിൽ ആ രേഖയുണ്ട്. അത് മൂടിവെച്ചു, പുറത്തറിയിക്കാതെ മൂടിവെച്ചതിന്റെ അർത്ഥം അതിന്റെ ഷെയർ ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇവര് ഇടനിലക്കാരനായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെച്ചിരിക്കുന്നത്. അന്ന് ദേവസ്വം ബോർഡിലും സർക്കാരിലും ഇരുന്ന ആളുകൾക്ക് അതിന്റെ പങ്കു പറ്റിയിട്ടുണ്ട്, അടിച്ചു മാറ്റിയ സ്വർണത്തിന്റെ പങ്കു പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വർണത്തിൽ കുറവുണ്ടായി എന്ന് പറഞ്ഞിട്ടും അത് പുറത്തു വരാതെ അത് മൂടിവെച്ചത്. അപ്പോ അന്ന് 2019 പൂശാൻ കൊണ്ടുപോയ സ്വർണത്തിൽ കുറവുണ്ടായി എന്ന് കണ്ടുപിടിച്ചിട്ടും എന്തിനാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് വീണ്ടും അതേ ആളെ വിളിച്ചു വരുത്തി വീണ്ടും ചെന്നൈയിലേക്ക് ഇത് പൂശാൻ വേണ്ടി കൊടുത്തുവിട്ടത്? 2019 പൂശിയത് 2024 25 വീണ്ടും എന്തിനാണ് പൂശുന്നത്? അപ്പൊ അതിനൊന്നും മറുപടിയില്ല. ഇപ്പൊ സ്പോൺസർ ആയതുകൊണ്ടാണ് വിളിച്ചതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. ആദ്യം കൊണ്ടുപോയ സ്പോൺസർ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്, കളവ് നടത്തിയിട്ടുണ്ട്, സ്വർണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന് ആദ്യം തന്നെ ദേവസ്വം ബോർഡിന്റെ ഫൈൻഡിംഗ് ഉള്ളപ്പോൾ അതിന് ഉത്തരവാദിയായ സ്പോൺസറെ തന്നെ വീണ്ടും ക്ഷണിച്ചു വരുത്തി. ആ കത്ത് നിങ്ങൾ വായിക്കണം. ആ കത്ത് വായിച്ചാൽ, ഇയാളെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് വായിച്ചാൽ വാറന്റി ഉള്ള കാര്യത്തിൽ മാത്രമല്ല ക്ഷണിച്ചേക്കണത്, മൊത്തം കാര്യങ്ങൾക്ക് അയാളുടെ ക്ഷണം, അയാളുടെ അഭ്യർത്ഥന അയാളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മൊത്തം കാര്യത്തിൽ, ബാക്കിയുള്ള കാര്യത്തിലും. അപ്പൊ ഒരു പ്രാവശ്യം കള്ളത്തരം കാണിച്ചു, സ്വർണം ദേവസ്വം ബോർഡിന്റെ അടിച്ചുമാറ്റി എന്ന് പറഞ്ഞത് രഹസ്യമായി വെക്കുകയും ആരും അറിയാതെ വെക്കുകയും ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുകയും ക്രിമിനൽ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത് ഒളിച്ചുവെച്ച അതേ സംഘം വീണ്ടും അയാളെ തന്നെ വിളിപ്പിച്ച് വീണ്ടും സ്വർണം പൂശാൻ ഇത് കൊടുത്തുവിട്ടിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതിന് ഉത്തരവാദികളായ ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അടിയന്തിരമായി രാജിവെക്കണം. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും എതിരായി അന്വേഷണം നടത്തണം, CBI അന്വേഷിക്കണം. കാരണം ഇത് സ്റ്റേറ്റിന് പുറത്തു കൊണ്ടുപോയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പോലീസിന്റെ പരിധി നിൽക്കില്ല, ഇവിടുത്തെ പോലീസുകാർക്കും വിശ്വാസമില്ല. അതുകൊണ്ട് ഇത് ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷൻ ഉള്ള കേസായതുകൊണ്ട് ഈ രണ്ട് ദേവസ്വം മന്ത്രിമാർക്കും, പഴയ ദേവസ്വം മന്ത്രിക്ക് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും എതിരായിട്ട് അന്വേഷണം നടത്തണം എന്ന് ശക്തിയായി ആവശ്യപ്പെടും. ഇല്ലെങ്കിൽ UDF അതിശക്തമായ പ്രക്ഷോഭണത്തിലേക്ക് വരും. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം അന്വേഷിച്ചാൽ അദ്ദേഹത്തിന് ഇതുപോലെ നിരവധി പ്രശ്നങ്ങളുള്ള ഒരാളാണ്. പിന്നെ ഇത് ചെയ്ത ആരെങ്കിലും പറയോ ഞാൻ ചെയ്തെന്ന് പറയും? ഞാൻ ചെയ്തെന്ന് ആരെങ്കിലും പറയോ? ചെയ്തതിന് രേഖയുണ്ടല്ലോ, ദേവസ്വം ബോർഡിൽ തന്നെ രേഖയുണ്ട്. സ്വർണത്തിൽ കുറവ് വരുത്തിയിരിക്കുന്നു എന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരിശോധനയിൽ രേഖയുണ്ട്. അത് മൂടിവെച്ചു എന്നുള്ളതാണ് പ്രശ്നം. ആദ്യത്തെ പോക്കിൽ തന്നെ
അപ്പൊ സ്വർണ്ണം ഇവിടെ വെച്ച് തന്നെ മാറ്റിയെന്നാണ് അർത്ഥം. അത് തന്നെ ഞാനും പറഞ്ഞത്. സ്വർണ്ണം ഇവിടെ വെച്ച് തന്നെ മാറ്റിയിട്ടുണ്ട്. സ്വർണ്ണം ഇവിടെ വെച്ച് തന്നെ മാറ്റിയിട്ടുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ അർത്ഥം അതാണ്. സ്വർണ്ണം എവിടെ പോയി? കുറവ് വന്ന സ്വർണ്ണം എവിടെ പോയി? ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ ആദ്യം ഗുരുതരമായ, അതാണ് എന്റെ പോയിന്റ്, അതാണ് താങ്കളുടെ ചോദ്യമാണ് എന്റെ പോയിന്റ്. ആദ്യം ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തു അല്ലേ? ഈ പോക്കിൽ സ്വർണത്തിൽ കുറവ് വരുത്തി, അതിന്റെ ഫൈൻഡിങ് ഉണ്ട്. അത് മൂടി വെച്ച് ആരും അറിയിക്കാതെ മൂടി വെച്ചു ഇല്ലേ? ഇപ്പൊ ഈ കോടതി ഇടപെട്ടില്ലെങ്കിൽ നമ്മളാരും അറിയില്ല. എന്നിട്ട് അയാളെ തന്നെ വീണ്ടും ക്ഷണിച്ച് ഇത് കൊണ്ടുപോകാൻ വേണ്ടി പോകുമെന്ന് പറയുമ്പോൾ ഭരണത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക്, ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അതിന്റെ ഷെയർ കിട്ടിയിട്ടുണ്ട്. അവര് കൂടിയുള്ള കൂട്ടുകച്ചവടമായിരുന്നു. കൂട്ടുകച്ചവടം അല്ലേ? അല്ലേ? ഇല്ല, എന്തിനാ മൂടി വെച്ചത്? രണ്ടു പ്രധാനപ്പെട്ട ചോദ്യം. എന്തിനാ മൂടി വെച്ചത്? എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഇതേ കളവ് നടത്തിയ, ഇതേ കുറവ് വരുത്തിയ അതേ ആളുകളെ എന്തിനു ക്ഷണിച്ചു വരുത്തി? ഈ മൂന്ന് ചോദ്യത്തിന് മറുപടി വേണം. CBI അന്വേഷണം വേണം. കാരണം ഇത് ഇന്റർസ്റ്റേറ്റ് ആണ്. മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൂടി ഇത് പോയിട്ടുണ്ടല്ലോ. ഇന്റർസ്റ്റേറ്റ് ആണ്. ചെന്നൈയിലല്ലേ ഇത് നടന്നിരിക്കുന്നത്. ഇവിടുത്തെ പോലീസിന്റെ ജൂറിസ്ഡിക്ഷനിൽ മാത്രം വരില്ല. അതാണല്ലോ എന്റെ ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗം. അയാൾ കുറ്റക്കാരനാണ്, അയാൾ മാത്രമാണ് കുറ്റക്കാരനാണ് എങ്കിൽ അയാൾ ആദ്യം കൊണ്ടുപോയപ്പോൾ ദേവസ്വം ബോർഡ് കണ്ടുപിടിച്ചതാണ് അല്ലെ? എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ, കണ്ടുപിടിച്ചാണല്ലോ. കുറവ്, സ്വർണത്തിൽ കുറവ് വന്നിരിക്കുന്നു. അപ്പൊ അയാൾ മാത്രമാണ് കുറ്റക്കാരനെങ്കിൽ അയാളെ അന്നേ തന്നെ അയാൾക്കെതിരായിട്ട് കേസെടുത്താൽ പോരെ? അയാൾക്കെതിരായിട്ട് ഗവൺമെന്റിലേക്ക് ആവശ്യപ്പെട്ടിട്ട് കേസെടുത്താൽ പോരെ? ക്രിമിനൽ പ്രൊസീഡിങ്സ് അയാൾക്കെതിരെ തുടങ്ങണ്ടേ? അത് ചെയ്തില്ല. അപ്പൊ അന്നും അയാളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഇവര് പറയുന്നത് അയാൾ കുഴപ്പക്കാരാണ്. അയാളെ എന്തുകൊണ്ടാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചത്? ഇവർക്കും അതിൽ പങ്കുണ്ട്, കൂട്ടുവെച്ചോടോ. അതുകൊണ്ടാണല്ലോ വീണ്ടും അയാളെ ക്ഷണിച്ചത്. ഇപ്പൊ അയാളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഇപ്പൊ പറയുന്നുണ്ട് വാറണ്ടി റദ്ദാക്കും, 18 ലക്ഷം രൂപയുടെ നഷ്ടം വരും, വാറണ്ടി റദ്ദാക്കിയാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് വാറണ്ടി റദ്ദാക്കായിരുന്നല്ലോ. ഈ കുറ്റം തെളിഞ്ഞ സമയത്ത് വാറണ്ടി എന്തുകൊണ്ട് റദ്ദാക്കിയില്ല? അപ്പൊ കൂട്ടുകച്ചവടമാണ്, ഇനിയും കച്ചവടം നടത്താന്ന് വിചാരിച്ചു. ഇത് മൂടി വെച്ചിട്ട് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇനിയും ഒരുപാട് സാധനം പോയേനെ അവിടെ നിന്ന്. ഞാൻ സർക്കാർ ആകെ നന്ദി ദേവസ്വം ബോർഡിനും പറയാനുള്ളത് അയ്യപ്പ വിഗ്രഹം അടിച്ചു മാറ്റിയില്ല എന്നുള്ള. കുറച്ച് സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ അതുകൂടി ഇവര് ചെയ്തേനെ. അല്ല, സർക്കാർ ഉത്തരവാദിയാണ്. സർക്കാരിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇരു സർക്കാരിലെയും, കഴിഞ്ഞ സർക്കാരിലെയും, ഒന്നാം പിണറായി സർക്കാരിലെയും ഈ സർക്കാരിലെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇതിന് ഉത്തരവാദികളാണ്. അതാണ് മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടുന്നില്ലല്ലോ, സംസാരിച്ചിട്ടില്ലല്ലോ, ഇതിനെക്കുറിച്ച് ഒരു കമന്റ് പോലും പറഞ്ഞിട്ടില്ലല്ലോ. അയ്യപ്പ ഭക്തി ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളല്ലേ പിണറായി വിജയൻ. ഇപ്പോ ആ കപടഭക്തി അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പോലും ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നില്ലല്ലോ, അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട്. എന്ന് വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ. ഇപ്പൊ എന്തുകൊണ്ട് 98 വന്നത്? അദ്ദേഹം ഇതിനു മുമ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് എടുത്തോട്ടെ, കേസ് എടുത്തോട്ടെ. ആരെങ്കിലും പരാതി പറഞ്ഞാ അല്ലല്ല, പരാതി ആരെങ്കിലും, ഞങ്ങൾ ആരെങ്കിലും പരാതി പറഞ്ഞ അന്ന് കേസെടുക്കാൻ പാടില്ലെന്ന് പറയാം. ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കെതിരായിട്ട് അന്വേഷണം നടത്തണം. ഇപ്പൊ ഗുരുതരമായ ഒരു കുറ്റകൃത്യം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഗുരുതരമായൊരു കുറ്റകൃത്യം വന്നിരിക്കുക. ആ കുറ്റകൃത്യത്തെ ലഘൂകരിക്കാൻ പഴയകാരി ഇവര് 9 കൊല്ലമല്ല ഇരിക്കുന്നു. ഇവർക്ക് പഴയകാര്യം അന്വേഷിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് അന്വേഷിക്കായിരുന്നു. ഞങ്ങളുടെ കുറ്റമാണോ? പഴയ കാലത്ത് കുഴപ്പമുണ്ടെങ്കിൽ അന്വേഷിക്കാതിരിക്കുന്നത് ഞങ്ങളുമെല്ലാം അന്വേഷിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളാരും പരാതിയും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലല്ല, നിങ്ങൾ അങ്ങനെ പറയില്ലേ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും കുഴപ്പം നടന്ന് അന്വേഷിക്കണേ ഞങ്ങൾ എതിര് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ആരും എതിര് പറഞ്ഞിട്ടില്ലല്ലോ. അന്വേഷണം ഏർപ്പെടുത്തി അന്വേഷണം നടത്തട്ടെ എന്ന് ഞങ്ങൾ പറയുള്ളൂ. അന്നും ഇന്നും ഇപ്പോഴത്തെ വിഷയം ലഘൂകരിക്കാൻ ഇത് അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയാണ് കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ട് എന്തുമാത്രം മനുഷ്യരെ ശബരിമലയിലേക്ക് സംഭാവന ചെയ്യുന്നത്. ഈ സ്പോൺസർമാർ എന്ന പേരിൽ ഇവരെല്ലാം വലിയ തുക ഈ പാവപ്പെട്ട വലിയ ഭക്തന്മാരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു അംശം മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. ആ കള്ള തട്ടിപ്പാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഇനി സെപ്റ്റംബർ 29 ഹൈക്കോടതിയുടെ വേറെ വിധിയുണ്ടല്ലോ. നാളികേര കോൺട്രാക്റ്റും പുഷ്പം കോൺട്രാക്റ്റും
റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു വിധി ദേവസ്വം ബോർഡിന്റെ. അതിന്റെ അവസാന പാരഗ്രാഫ് എടുത്തൊന്ന് വായിച്ചു നോക്ക്, അപ്പൊ കൃത്യം മനസ്സിലാവും. അവസാനത്തെ പാരഗ്രാഫ്, അതായത് സുതാര്യമല്ലാതെയാണ് കോൺട്രാക്ട്, ആ കോൺട്രാക്ട് അനുവദിച്ചത് സുതാര്യമല്ലാതെ. അപ്പൊ കള്ള കച്ചവടമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുഷ്പം കോൺട്രാക്റ്റും നാളികേര കോൺട്രാക്റ്റും റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതി വിധി, 29-ാം തീയതിയിലത്തെ ഹൈക്കോടതി വിധിയിലെ അവസാനത്തെ പാരഗ്രാഫ് എടുത്ത് വായിച്ചു നോക്കുക. അപ്പൊ അറിയാം ദേവസ്വം ബോർഡ് അന്ന് രാജിവെക്കണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്ന് ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണ്ടായ അന്ന്. അതൊക്കെ ചെയ്തോട്ടെ. ഇപ്പോഴത്തെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണമല്ലോ. ഈ സമഗ്രം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ പറയുക, ഇപ്പോഴത്തെ വിഷയം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ക്രിമിനൽ നടപടിക്രമങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം, ബന്ധപ്പെട്ടവർ രാജിവെക്കണം. എന്നിട്ട് ഇനി വിശാലമായോ സമഗ്രമായോ ഇനി ശബരിമല ഉണ്ടായ കാലം മുതലുള്ള അന്വേഷണമൊക്കെ ആവർത്തിക്കോ. പക്ഷെ ഇത് ക്ലിയർ കേസാണ്. അല്ല, ഉറപ്പാണല്ലോ. അല്ല, അത് അവര് തന്നെ പറയണ്ടല്ലോ ഇയാളാണ് കുഴപ്പം, ഇയാളാണ് പ്രശ്നം എന്നിപ്പോ അവര് തന്നെ സമ്മതിക്കണ്ടല്ലോ. അത് ഇതില് സ്വന്തം ആളുകൾക്ക് അതിൽ പങ്കുള്ളതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാ അറിയണത്? നിങ്ങളാരെങ്കിലും അറിഞ്ഞ? എന്തൊരു ചോദ്യം. അല്ലല്ല, ഇപ്പോഴേ അതെങ്ങനെ പ്രതിപക്ഷത്തിന്റെ പരിപാടി മറ്റേ ശബരിമലയിൽ സ്വർണം നടത്തിയത് അന്വേഷിക്കലാണ്? നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കണം? നിങ്ങളാരെങ്കിലും അറിഞ്ഞ മാധ്യമപ്രവർത്തകർ? ഇത് ഹൈക്കോടതി കേക്ക് ചോദിക്കാനുള്ള മറുപടിയാ പറയണം. അതിന്റെ ഇടയിൽ കയറി ചോദിക്കല്ലേ, അതൊക്കെ ഒരു മര്യാദയാണ്. ചോദിച്ചല്ലോ, താങ്കൾ ചോദിക്കാൻ ഞാൻ കേട്ടുന്നില്ല. ഇവിടെ പ്രതിപക്ഷം എങ്ങനെയാ അറിയണത്? 22-ലെ ഈ വിജിലൻസിന്റെ ഫൈൻഡിങ് ഇത് ഒരു കുഞ്ഞറിഞ്ഞിട്ടില്ല, ഇത് മൂടി വെച്ചിരിക്കുകയാണ്. ഇത് ഹൈക്കോടതി പരിശോധിച്ചപ്പോഴാണ് ഇത് പുറത്തറിയണത്. നിങ്ങൾ ഞങ്ങളെക്കാളും മുമ്പ് അറിയുന്ന ആളുകളാണല്ലോ. ഒറ്റ മാധ്യമങ്ങൾ അറിഞ്ഞില്ലല്ലോ. ശബരിമല കേന്ദ്രീകരിച്ച് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ആരും അറിഞ്ഞില്ലല്ലോ. ഇത് ഹൈക്കോടതി ഇത് പരിശോധിച്ചപ്പോഴാണ് ഈ വിഷയം പുറത്തു വന്നത്. എനിക്ക് വേറെ മറ്റേ കവടി നിരത്തലോ ജ്യോതിഷമൊന്നുമില്ല ഇത് അറിയാൻ വേണ്ടിട്ട്. മനസ്സിലായ? ആണ് അല്ല, അതാണ് അത് വളരെ ഗൗരവമുള്ള ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ ശ്രീ അയ്യപ്പന്റെ ഭക്തര് കൊടുത്ത സ്വർണം കവർച്ച ചെയ്താണ്. കവർച്ചയാണ് ഇത്, കൊള്ള. അതിന് നോ കോംപ്രമൈസ്. അതിനെ ലഘൂകരിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും ലഘൂകരിക്കാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഞാൻ അതൊക്കെ വിശാലമായ അർത്ഥത്തിലേക്ക് അത് കൊണ്ടുപോകണ്ട. ഞാൻ ഈ സമഗ്രവും വിശാലവും വേണ്ട. അപ്പൊ എന്താണെന്നറിയോ, ഇത് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് ഡയലൂട്ട് ചെയ്യണ്ട. അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്തു, കൃത്യമാണ്, ഫൈൻഡിംഗ് ഉണ്ട്. സുപ്രീം ഹൈക്കോടതിയുടെ ആ ഇതിന്റെ അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് സ്വർണം പൂശാൻ വേണ്ടി ദേവസ്വം ബോർഡിൽ നിന്ന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സംഭവം 40 ദിവസം എവിടെയായിരുന്നു? ആരുടെ കയ്യിലായിരുന്നു? ഈ ദ്വാരപാലക ശില്പം എവിടെയായിരുന്നു? പീഠം എവിടെയായിരുന്നു? ആരുടെ കയ്യിലായിരുന്നു? ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാര് അക്കമ്പനി ചെയ്തെന്നൊക്കെയല്ലേ പറഞ്ഞത് കൂടെ. അപ്പൊ ഈ സ്പോൺസറുടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് ഈ ദേവസ്വം ബോർഡ് അധികൃതരെ അക്കമ്പനി ചെയ്തപ്പോ ഈ സാധനം എവിടെ പോയി? ഇവരെല്ലാം കൂടി കൂട്ടുനിന്നുകൊണ്ടുള്ള ഏർപ്പാടാ. അല്ലെങ്കിൽ ഇപ്പൊ പറയണ്ടല്ലോ, ഈ പ്രാവശ്യം കൊണ്ടുപോയപ്പോ ആദ്യത്തെ പ്രാവശ്യം ആരും ഉണ്ടായില്ല, മറ്റേ ഒറ്റയ്ക്കാണ് കൊണ്ടുപോയത്, ഉണ്ണികൃഷ്ണൻ പോയിട്ട്. ഇപ്പൊ കൊണ്ടുപോയപ്പോ ദേവസ്വം ജീവനക്കാർ ഇതിനെ അക്കമ്പനി ചെയ്തു എന്ന് പറഞ്ഞു. ഈ ദേവസ്വം ജീവനക്കാർ സൂക്ഷിച്ചു നോക്കി കൂടെ നടന്ന് അക്കമ്പനി ചെയ്തെങ്കിൽ ഇതെങ്ങനെ സ്പോൺസറിന്റെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയി? എങ്ങനെ പോയി? ഉറപ്പായിട്ട് പോവും. ഞങ്ങളിപ്പോ പരിപാടികൾ നാളെ KPCC പ്രഖ്യാപിക്കും. സമഗ്ര അന്വേഷണമാണ് ഞങ്ങളിപ്പോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ കോടതിയുടെ നിയന്ത്രണത്തിൽ, ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ ഉള്ള ഹൈക്കോടതിയെ ആണ് അഭിനന്ദിക്കേണ്ടത് ഇക്കാര്യത്തിൽ. അത്രയും ശ്രദ്ധയോടുകൂടിയാണ് ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത്. ഹൈക്കോടതി ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഈ വിഷയം പുറത്തു കൊണ്ടില്ല. ഞാൻ ഹൈക്കോടതിയെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ. നല്ല സൂക്ഷ്മമായ നിരീക്ഷണമാണ് അവർ നടത്തിയിരിക്കുന്നത്. അതിലൂടെയാണ് പുറത്തു വന്നത്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഒരു സെൻട്രൽ ഏജൻസി അന്വേഷിക്കട്ടെ. അല്ലാതെ ഞാൻ പറഞ്ഞതല്ലെന്ന്, ഞാനല്ല പറഞ്ഞത്. ഇത് ഫൈൻഡിംഗ് ആണ്. അത്രയും സ്വർണത്തിന്റെ കുറവുണ്ടെന്ന് ദേവസ്വത്തിന്റെ തന്നെ വിജിലൻസിന്റെ ഫൈൻഡിംഗ് ആണ്.
ഞാനാണ് പറയണത്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് എന്താ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയണത്. അത് സംബന്ധിച്ച് ഹൈക്കോടതി വിധി കൂടി വായിച്ചു നോക്ക്. അവിടെ ഫൈൻഡിംഗ് ഉണ്ട്. ദേവസ്വത്തിന്റെ വിജിലൻസിന്റെ ഫൈൻഡിംഗ് ആണ് എത്ര കിലോ സ്വർണം കുറവുണ്ടെന്ന്. ഇപ്പൊ ഒരുപാട് സാധനം കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ചോദ്യം ചോദിച്ചത്. 30 കിലോ സ്വർണം UB ഗ്രൂപ്പ് കൊടുത്തതിൽ എത്ര സ്വർണം ഇപ്പൊ ബാക്കിയുണ്ട്? ഈ 5 അല്ലാതെ വേറെ എത്ര? ഇതിപ്പോ ഒരു കാര്യത്തിൽ മാത്രമാണ് 5ന്റെ കുറവ് വിജിലൻസ് പറഞ്ഞേക്കുന്നത്. ബാക്കി ഒരുപാട് ചെമ്പുവാളിയായിട്ട് പോയിട്ടുണ്ട്. പിന്നെന്താ അറിയാം, അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പുതിയ സാങ്കേതിക വിദ്യ സ്വർണം പൂശാൻ. പുതിയ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത എന്താ? ആ സാങ്കേതിക വിദ്യ അനുസരിച്ച് സ്വർണം പൂശിയാൽ പിന്നീട് വേണമെങ്കിൽ സ്വർണവും ചെമ്പും വേർപെടുത്താം. അപ്പോൾ ബുദ്ധിപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത്. എപ്പോൾ സ്വർണം അടിച്ചു മാറ്റണമെങ്കിലും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെമ്പിന്മേൽ പൂശിയ സ്വർണം അടിച്ചു മാറ്റാനുള്ള സാങ്കേതിക വിദ്യ ഇത്ര ബുദ്ധിപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത്. അതല്ല, സഭയില് നാളെ രാവിലെ ഞങ്ങൾ തീരുമാനിക്കും. മറ്റന്നാൾ ഞാൻ അതിന് മറുപടി പറഞ്ഞു. കാരണം ആദ്യം കൊണ്ടുപോയതിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് ഫൈൻഡിംഗ് ഉണ്ട്. എന്നിട്ട് ഇയാളെ ക്ഷണിക്കുകയാണ് സ്പോൺസറെ. വാറണ്ടി ആ കത്തും നിങ്ങൾ വായിച്ചു. വാറണ്ടി ഉള്ള കാര്യത്തിലും മാത്രമല്ല അയാളെ ക്ഷണിച്ചേക്കണം. മൊത്തം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ. അതിനെല്ലാത്തിനും അയാളെ സഹായം അഭ്യർത്ഥിച്ചേക്കുവാണ്. മനസ്സിലായി? വാറണ്ടി ഒന്നും പറയണില്ല കത്തില്. അതിപ്പോ ഒരു വാറണ്ടി എടുക്കുകയാണ് പുള്ളി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇത് കുഴപ്പം നടത്തി എന്ന് ഉള്ള ഫൈൻഡിങ് അവിടെ, അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് കയ്യിലിരിക്കുമ്പോഴാണ് ഇയാളെ തന്നെ വീണ്ടും ക്ഷണിച്ചേക്കുക. ഇന്ന് പറയണ്ടല്ല, വാറണ്ടി വേണമെങ്കിൽ റദ്ദാക്കാം. 18 ലക്ഷം രൂപ സ്വർണത്തിന്. ഒരു പവന് എന്താ വില? ഒരു കിലോ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ എത്ര? 1000 ഗ്രാമാണ്. ഒരു ഗ്രാമിന്റെ വില എന്താ സ്വർണത്തിന്റെ? അപ്പൊ മനസ്സിലാക്കിക്കൊള്ളാം. അപ്പൊ അയാളെ തന്നെ വീണ്ടും വിളിച്ചു. കാരണം എന്താ? ഇവര് കൂട്ടുകച്ചവടമാണ്. അയാളെ കൂടി വിളിച്ചാലേ ഈ പരിപാടി നടക്കുള്ളൂ കൂട്ടുകച്ചവടത്തിന്. മനസ്സിലായില്ലേ? അതാണ് നടന്നിരിക്കുന്നത്. കൃത്യമാണ് കാര്യം. ഇപ്പൊ പലരുടെ ന്യായീകരണത്തിനൊക്കെ അവിടെ തന്നെ മറുപടി ഉണ്ട്. അല്ല, ദേവസ്വം ബോർഡിന്റെ കണക്കിലില്ലാത്ത സാധനം എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ വന്നത്? ദേവസ്വം ബോർഡിന് എല്ലാത്തിലും കണക്ക് വേണ്ടേ? അപ്പൊ ഹൈക്കോടതി വിധിയിൽ കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടുത്തെ ഏതെല്ലാം കാര്യമൊന്നും. ഇപ്പൊ നടൻ ജയറാം പറഞ്ഞു ഈ സാധനങ്ങളെല്ലാം നടൻ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഒരു ശബരിമല ക്രിയേറ്റ് ചെയ്തു. ഇത് പവിത്രമായ താന്ത്രിക വിധിപ്രകാരം ഉള്ള ഒരു ക്ഷേത്രമാണ്. അവിടുത്തെ ആചാര മര്യാദകളുണ്ട്. അവിടുത്തെ സാധനം പൂശാൻ വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഇടയിൽ എങ്ങനെയാണ് ഒരു സിനിമാ താരത്തിന്റെ വീട്ടിലെത്തിച്ച് ഇത് അവിടെ തന്നെ ഒരു ശബരിമല ഉണ്ടാക്കി അവിടെ തന്നെ പൂജ നടത്തി. ആ പാവത്തിനെ പറ്റിച്ചാണ്. അല്ല, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അതിന് കൂട്ടൊന്നും നിൽക്കില്ല, അറിഞ്ഞുകൊണ്ടൊന്നും കൂട്ടു നിൽക്കില്ല. അത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ്. അതുപോലെ എത്ര സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്, എത്ര പേരെടുത്ത് പണം മേടിച്ച് കാണും, എന്തെല്ലാം വൃത്തികേട് ചെയ്ത് കാണും. അപ്പൊ ഈ ദേവസ്വം ബോർഡ് എവിടെയായിരുന്നു? ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു? അയാളുടെ കയ്യിൽ നിന്ന് ഈ കൂട്ടുകച്ചവടത്തിന്റെ ഈ കവർച്ചയുടെ പങ്കു പറ്റിയിട്ട് ഇതിനെല്ലാം കുട പിടിച്ചു കൊടുക്കുകയായിരുന്നു. അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് എന്തെല്ലാം സംവിധാനങ്ങളുള്ള അതെല്ലാം തിരിച്ചു കഴിഞ്ഞിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് സാധനമൊക്കെ അടിച്ചു മാറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനമല്ലേ കൊണ്ടുപോകുന്നത്. മനസ്സിലായില്ലേ? അതിന്റെ റെക്കോർഡ് അവിടെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദേവസ്വത്തിൽ തന്നെ റെക്കോർഡുണ്ട്. അത് മൂടി വെച്ചു. സാധാരണ എന്താ ചെയ്യണത്? ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ ഇരിക്കുകയാണ്, അവിടെ ഒരു ക്രമക്കേട് ഇറഗുലാരിറ്റി കണ്ട്, വളരെ ഗുരുതരമായ ഇറഗുലാരിറ്റിയാണ് അല്ലെ, സാധനം നഷ്ടം വന്നേക്കുവാണ്. അത് ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യില്ലേ? ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്ത് ക്രിമിനൽ നടപടിക്രമങ്ങൾ ഉടനെ തുടങ്ങൂലേ? ചെയ്തില്ല. ചെയ്യാതെ എന്തുകൊണ്ടാ? ഒരു കൂടി കൂട്ടുണ്ട്. അല്ല, ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ ഇവരെന്താ ചെയ്യാൻ പോണെന്ന് നോക്കട്ടെ. ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കും. എന്തായാലും കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും കോടതിയിൽ നിയമപരമായ മാർഗം തേടേണ്ടി വന്നാൽ തീർച്ചയായിട്ടും മാർഗം തേടും. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ അവർക്ക് ഉള്ള അവകാശമാണ്. നമ്മൾ അതിലൊന്നും കൈകടത്തല്ല. നേരത്തെ പറഞ്ഞ സംസാരമൊക്കെ നമ്മൾ ക്ലോസ്ഡ് ആണ്. അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലോ ഇഷ്ടമില്ലെങ്കിലോ അത് അവർ ആര് പ്രതികരിക്കണം, എങ്ങനെ പ്രതികരിക്കണം ഒന്നും പറയാൻ ഞങ്ങളാവല്ല. ഞങ്ങൾക്കിത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല.
ഞങ്ങള് ശബരിമലയിലെ ഭക്തരുടെ കൂടെയാണ് എന്നും. ഗവൺമെന്റ് അവിടെ വൃത്തികേട് കാണിച്ചപ്പോഴും ഞങ്ങൾ ഭക്തരുടെ കൂടെയായിരുന്നു, ഇപ്പോഴും ഭക്തരുടെ കൂടെയാണ്. ഇപ്പൊ ഭക്തരുടെ എല്ലാം മനസ്സിൽ വലിയ പ്രയാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കവർച്ചയാണല്ലോ ഇത്. അമ്പലത്തിലെ മുതലല്ലേ മോഷ്ടിച്ചിരിക്കുന്നത്. എനിക്കറിയില്ല. ബന്ധമുണ്ടെങ്കിൽ എന്താ കുഴപ്പം? അല്ല, ബന്ധം ഉണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്നേ? ബന്ധം ഞാൻ ചെയ്യട്ടെ, ചിത്രം വെച്ചിട്ട് കാണിക്കും. മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടല്ലോ ചിത്രം. അത് മുഖ്യമന്ത്രി ഇയാളും കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണ് സ്വർണ്ണം അടിച്ചു മാറ്റിയെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ആര് ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് പോയി നിൽക്കുകയാണ്, അതിന്റെ തൊട്ടപ്പുറത്ത് വധുവരന്മാരുടെ കൂടെ വേറൊരുത്തരുണ്ടാവും, അവന്റെ കൂടെ ആ ചിത്രം ഉണ്ടാവും ചിലപ്പോ വരുമ്പോ. ഇല്ലേ, നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ ഒരാൾ വന്ന് ഒരു പണം എടുത്തോട്ടെ നീക്കണം. ഞങ്ങളിങ്ങനെ വേണ്ട മാറ്റൂന്ന് പറയും, കയ്യൊന്നും തട്ടി മാറ്റില്ല. അപ്പൊ പണം എടുക്കും. പണം എടുത്തിട്ട് നാളെ അവനെ വല്ല സ്വർണ്ണക്കള്ളക്കടത്തിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി.ഡി. സതീശനും ഇവനും തമ്മിൽ സ്വർണ്ണക്കള്ളക്കടത്ത് ബന്ധമാണെന്ന് പറഞ്ഞ് ഞാനും സ്വർണ്ണക്കള്ളക്കടത്താണ് നിങ്ങൾ പറയാം. ഫോട്ടോ എന്ന് വെച്ച് ഇപ്പോഴത്തെ കാലത്തൊന്നും പറയല്ലേ. ഞാൻ ആരെ പറ്റി പറയാറില്ല. അല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ ആർക്കും അല്ല എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല അത്. എനിക്കറിയില്ല ആരാണെങ്കിലും എനിക്കറിയില്ല. ആരെ കൂടെ ഇനിയിപ്പോ എന്റെ കൂടെ പണം എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല ഇയാളെ, കണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ ഇനിയുള്ള കാലത്ത് ആരെങ്കിലും ഫോട്ടോ എടുത്താ മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിയുടെ കൂടെ പണം എടുത്തത് മുഖ്യമന്ത്രി ഇയാളും കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണ് ഞാൻ ആരോപിച്ചോ? ഇല്ലല്ലോ, ഞങ്ങൾ ആരോപിച്ചില്ല. ഞങ്ങൾ അത്തരം ആരോപണമൊന്നും ഉന്നയിച്ചില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന എല്ലാ കാര്യത്തിനും മറുപടി പറയാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാമാണ് നടക്കുന്നത്. ഞാൻ ഇന്നാള് സംസാരിച്ചതുപോലെ സത്യത്തെ തമസ്കരിച്ച് അസത്യം കുടില് കെട്ടിയല്ല, കൊട്ടാരം പണിത് താമസിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. പല കേസിൽ കുടില് കെട്ടി താമസിക്കണമെന്ന് പറയണം, കൊട്ടാരം പണിത് താമസിക്കുന്നത്. അത് നോക്ക്, നിങ്ങളത് പരിശോധിക്കും. അത് വ്യാജനാണോ യഥാർത്ഥമാണോ എന്നൊക്കെ അന്വേഷിക്കുക. ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യത്തിന് ഞാൻ മറുപടി പറയില്ല. മനസ്സിലായേ? അസത്യങ്ങളുടെ കൂമ്പാരമാണ് അവിടെ. ആർക്ക് ആരെ വേണമെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുക, ആർക്ക് ആരെ വേണമെങ്കിലും കൂടെ പണം എടുക്കുക. ഇനി പണം എടുത്തെന്ന് ഓർത്തെന്താ സോണിയാഗാന്ധിക്ക് ഇതിന്റെ അതെന്താ കാര്യം? വേറെ ഏതെങ്കിലും അതിലൊരു പൂജാരിയല്ലേ? അതിലൊരു പൂജാരിയാണ്, വിവിധ ക്ഷേത്രങ്ങളിലെ പൂജാരിയാണ്. അപ്പൊ ശരിയപ്പ